ഹായ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പട്ടർനടക്കാവിലാണ്. മലപ്പുറം ജില്ലയിൽ പട്ടർനടക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ ഒരു കല്യാണത്തിന് വന്നിട്ടാണ്. നമ്മുടെ ചെക്കന്മാരെ ഇവൻ്റാണ് ഇവിടെ ഉള്ളത്, ലെവാൻസോ. അപ്പോൾ അവരെ സർവീസും കാര്യങ്ങളും അവരെന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിൽ കാണാം. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ മക്കളെ, നമ്മളിത് ഓഡിറ്റോറിയത്തേക്ക് കയറാൻ പോകണം. അപ്പോൾ അവരുടെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. ഇഷ്ടമാണ്. സാനിറ്റൈസറൊക്കെ ഉണ്ട്, കൊറോണയും. അപ്പോൾ ഹെൽത്തും ഡ്രിങ്കൊക്കെ ഉണ്ട്. വാട്ടർമെല്ലുള്ളത് വാട്ടർമെല്ലാണ് പൊടി. വേറെ സംഭവം ഇവിടെ ഇതാണ് ബ്രൈഡ്സ് മോസിന വിത്ത് അജ്മൽ. ഇവരുടെ മാരേജാണ് ഇവിടെ നടക്കുന്നത്. ഇതിൽ മൊത്തത്തിലൊരു സെറ്റപ്പ് രക്ഷയില്ലാത്ത കൂടി വേറെ ലെവലിൽ സാധനം. പ്രത്യേക രസമാണ്. അപ്പോൾ അടുത്തത് നമുക്ക് ഫുഡ് കോർട്ടിൻ്റെ സെക്ഷൻ ഒന്ന് കാണാം. അവിടെ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇവിടെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണുള്ളൂ. ഏകദേശം ഒരു 11 മണിയായി. ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ആയി വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ കാറ്ററിങ്ങിൻ്റെ ചെക്കന്മാർക്ക് ഫുൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഫാരിസാണ് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓവറോൾ ഡൈനിങ് വരുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ ഇവർ സെർവ് ചെയ്യണത് ഇസ്ലാമിക് ബൊഫെ ടൈപ്പിലാണ്. അപ്പോൾ നമുക്ക് ഫുഡ് ഇതിൽ കയറിയിട്ടില്ല. ഫുഡ് കയറിയിട്ട് ബാക്കി ഇതിൻ്റെ വിഷ്വൽസും എന്തൊക്കെ ഫുഡാണ് ഇവർ സെർവ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമ്മളിനി പോകുന്നത് ഇതിൻ്റെ സ്റ്റേജിൻ്റെ അടുക്കാണ്. അപ്പോൾ സ്റ്റേജും അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളും സ്റ്റേജ് വർക്കൊക്കെ എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് കാണാം. ഓക്കെ, വാ. മക്കളെ പൊളിയല്ലേ. ബാക്കി ഒരുപാട് കാഴ്ചകൾ കാണാൻ കേട്ടോ. സ്റ്റേജിൻ്റെ അവിടെ ഒരുപാട് ഭയങ്കര എന്താ പറയുക, അത്രയും രസമായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അതൊക്കെ കാണാം. പറയാം, അത്രയും അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അത്രക്കും അടിപൊളിയായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ ഇതാ ഫോർ എവർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. കണ്ട എന്ത് രസമായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. പൊളി. നമ്മളെ നിസാർക്ക് ഇവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ. നിസാർക്കാണ് ഇത് മൊത്തത്തിൽ സെറ്റ് ചെയ്തുള്ളത്. ഫുൾ ലൈറ്റിൻ്റെയും പിന്നെ അതുപോലെ സ്റ്റേജിൻ്റെ ഒക്കെ. സാർക്കാ ഒരായി കൊടുക്കും. ഇലാനിൻ്റെ ഇവിടെ ഇതിനെ ഒരായി കൊടുക്കാം. നമുക്കിനി സ്റ്റേജ് മേലേക്ക് കയറി വെക്കാം. സ്റ്റേജ് വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. വാവ്, സൂപ്പർ, അടിപൊളി. എന്ത് രസമായിട്ട് അവർ സെറ്റ് ചെയ്തെന്ന് നോക്ക്. ഓ, രക്ഷയില്ല. സ്റ്റേജ് മുന്നേ ഒരുപാട് പ്രോഗ്രാംസൊക്കെ വരാണ്ട് കേട്ടോ. സൂഫി ഡാൻസ്, പിന്നെ അതുപോലെ പഞ്ചാബി ഡാൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വിഷ്വൽസൊക്കെ കാണാം. അപ്പോൾ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. മണവാട്ടിക്ക് എത്തിയിട്ടുണ്ട്. തിരക്കായി തുടങ്ങി. ഒപ്പന സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. പരിപാടി നല്ല രസമുണ്ട് കാണാൻ. ഡാൻസും ഒപ്പനയും മാത്രമല്ല കേട്ടോ, ഗാനമേള ഉണ്ട്. ഗാനമേള സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരവിടെ പാടട്ടെ. നമുക്കേ ഫുഡ് സെക്ഷനിൽ പോയേക്കാം. ഫുഡ് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ, ദമ്മ പൊട്ടിച്ചിട്ടാ.
കൂടാണ്ട് ഗ്ലാമറൊന്നും കാര്യമില്ല. അപ്പോൾ നമ്മുടെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തൊക്കെ ഐറ്റംസ് ആണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇതെന്താ മന്തി അല്ലേ? ഇത് ചിക്കൻ മന്തിയാണ് കേട്ടോ. പിന്നെ ഇത് ബീഫ് ചില്ലി അല്ലേ? ഇത് ബീഫ് ചില്ലി. ഇത് ചിക്കൻ കബാബാണ് കേട്ടോ. 2 ഐറ്റം മസാല ഉണ്ട്, ഗ്രീനും ഉണ്ട് റെഡും ഉണ്ട്. പിന്നെ അതുപോലെ മട്ടൻ ബിരിയാണിയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്കൊരു പ്ലേറ്റ് എടുത്തിട്ട് കഴിക്കാൻ നോക്കാം. അപ്പോൾ ഫുഡ് എടുത്തിട്ടുണ്ട്. ഞാൻ മട്ടൻ ബിരിയാണി മാത്രമേ ഉള്ളൂ കഴിക്കണം, ബാക്കിയൊന്നും എടുത്തില്ല. അപ്പോൾ മട്ടൻ ബിരിയാണി കേട്ടോ ഞാൻ കഴിക്കണം. സംഭവം അടിപൊളിയാണ്, രക്ഷയില്ല. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് ടേക്കിൽ കഴിഞ്ഞ് ഇനി കുറച്ച് മധുരം കഴിക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് ഐറ്റംസ് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, പൈനാപ്പിൾ കേക്ക് കേട്ടോ. അടുത്തത് ഓറഞ്ച്. അടുത്തത് റെഡ് വെൽവെറ്റ് ആട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ നമ്മൾ കേക്ക് കഴിച്ച് ഇനി നമുക്ക് അടുത്ത് പുഡിംഗ് ഐറ്റംസ് ഉണ്ട്, അതെന്തൊക്കെയാണ് നോക്കാം. ഇത് ടെൻഡർ ജെല്ലിയാണ്. ടെൻഡർ കോൺസ് മിക്സ് ചെയ്തിട്ട് ജെല്ലി ടൈപ്പിലുള്ള സംഭവമാണ്. പിന്നെ അതുപോലെ ഇവിടെ ഉണ്ട് കോക്കനട്ട് കസ്റ്റാർഡ്. ഇത് അടിപൊളി സാധനം കേട്ടോ. അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. ആദ്യം നമുക്ക് ടെൻഡർ ജെല്ലി കഴിച്ചു നോക്കാം. ഇനി അടുത്തത് കോക്കനട്ട് കസ്റ്റാർഡാണ് കേട്ടോ. ഇത് മസ്റ്റ് ട്രൈ സാധനം കേട്ടോ. അടിപൊളി. അതുപോലെ നമ്മുടെ പോപ്കോണും പിന്നെ അതുപോലെ നമ്മുടെ പഞ്ഞിമിഠായി കൊണ്ട് കേട്ടോ മേക്ക് ചെയ്യേണ്ടത്. എല്ലതും ലൈവായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ലെവാൻസോ ഇവൻസിൻ്റെ മാനേജിങ് ഡയറക്ടേഴ്സ് ഇവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അവരൊന്ന് പരിചയപ്പെട്ട് അവരെന്തൊക്കെ സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്കിപ്പോൾ സത്യം പറഞ്ഞാൽ ആരും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ വീഡിയോയിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരാണ്. നമ്മുടെ ഹിലാനി, പിന്നെ അതുപോലെ നമ്മുടെ നിസാറ്, പിന്നെ അതുപോലെ നമ്മുടെ ഫാക്സ്. അപ്പോൾ എന്തൊക്കെ സർവീസസാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ ഇവൻറ്റ്സിന് വേണ്ടിയിട്ട്? ലെവാൻസോ ഇവന്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ A to Z കസ്റ്റമൈസ്ഡ് വെഡിങ് സൊല്യൂഷനാണ്. അതായത് നമ്മൾ കസ്റ്റമറുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ട് വെഡിങ് റിക്വയർമെന്റ്സ് കസ്റ്റമൈസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി സ്റ്റേജ് ഡെക്കറേഷൻ ആയാലും ഫുഡ് മെനു ആണെങ്കിലും അവരുടെ റിക്വയർമെന്റ് എന്താ അതനുസരിച്ച് നമ്മൾ അവർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്, നമ്മൾ പ്ലാൻ ചെയ്ത് കൊടുക്കുന്നതാണ് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ പിന്നെ എന്തൊക്കെ ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത്? ഇത് നമ്മൾ ടോട്ടൽ ഓൾമോസ്റ്റ് നമ്മൾ ചൈനീസ്, നോർത്ത് ഇന്ത്യൻ, അറബിക് എല്ലാ ഡിഷസും അത് നമ്മളിപ്പോൾ നമ്മൾ ഷെഫ് തന്നെ പറഞ്ഞാൽ കേരളത്തിൽ അറിയപ്പെട്ട ഷെഫാണ് നമുക്ക് ചെയ്യുന്നത്, കുക്കിംഗ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ ഫുഡ് നമ്മൾ ഷെഫ് അറേഞ്ച് ചെയ്യുക, ടോപ്പ് ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത്.
അപ്പം അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്തൊക്കെ നിങ്ങൾ സർവീസ് എന്തൊക്കെ കൊടുക്കണം നമ്മൾ മൊത്തത്തിൽ വേണ്ടി? നമുക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഉണ്ട്. ഒരു വർക്ക് നമ്മൾ കസ്റ്റമറെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മുതൽ ആ വർക്ക് എൻഡ് ചെയ്യുന്നത് വരെ നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ 4 പാർട്ട്നേഴ്സാണ് നമുക്കുള്ളത്. അതിൽ ഓരോ സെക്ഷനും ഓരോരുത്തരായിട്ട് ഡീൽ ചെയ്യും. ലൈക്ക് നമുക്കിപ്പോൾ മീഡിയ സെക്ഷൻ ഉണ്ട്, ഡെക്കറേഷൻ്റെ സെക്ഷൻ ഉണ്ട്, ഫുഡിൻ്റെ സെക്ഷൻസ് ഉണ്ട്. അങ്ങനെ ഓരോ സെക്ഷൻ ഓരോരുത്തർ ഒരു സിസ്റ്റമാറ്റിക് പ്രൊസീജിയറിലും ഡീൽ ചെയ്യണതുകൊണ്ട് നമ്മൾ വർക്ക് എപ്പോഴും സക്സസ്ഫുൾ ആയിരിക്കും. അതായത് കറക്റ്റായിട്ട് നമ്മുടെ വർക്ക് പക്കായിട്ട് നമുക്ക് ഡീൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫുഡിൻ്റെ കേസായാലും നമുക്ക് ഫുഡിന് സ്ട്രക്ചർ ഉണ്ട്. ആ ഫുഡിന് സ്ട്രക്ചർ പക്കായിട്ട് ഫോളോ ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളെ ഈ ഇവൻറ്റ് തന്നെ ലെവാൻസോ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞ ഇവൻറ്റ് തന്നെ ഇത്ര സക്സസ്ഫുൾ ആയിട്ട് കംപ്ലീറ്റ് ആയി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ടീം വർക്ക് ആണല്ലേ നിങ്ങൾ? അതെ അതെ, നമ്മുടെ ടീം വർക്കാണ്. ടീമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ടീം വർക്കിൻ്റെ ഒരു എഫേർട്ട് തന്നെയാണ് അതിൻ്റെ സക്സസ് ആണ് നമ്മുടെ മെയിനായിട്ട് പറഞ്ഞ സമയത്ത് നമ്മൾ ഇന്നോവേറ്റീവ് ഐഡിയാസ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ ആരും ചെയ്യാതെ നോർമലുള്ള പാറ്റേൺ ഡിഫറെൻ്റ് ആയിട്ട് നമ്മൾ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് അതിലേക്ക് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ ഒരു സക്സസ് മെത്തേഡ്. പിന്നെ വേറൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ ലെവാൻസോ എന്നുള്ള നെയിം ആരുടെ ഒരു ഐഡിയ ആയിട്ടാണ് ഇത് വന്നത്? അത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ശരിക്കും നിസാറാണ്. അത് ശരി. അപ്പോൾ അത് നമ്മൾ നോക്കി അതിൻ്റെ മീനിങ്ങും കാര്യങ്ങളും അത് എത്രത്തോളം വർക്കൗട്ട് ആവുന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നല്ലൊരു നെയിമാണ് ആൾക്കാരുടെ ഇടയിൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ നെയിമായതുകൊണ്ട് നമ്മളത് ഒരു ഡിഫറെൻ്റ്ലി എല്ലാവരും ഇപ്പോൾ ഇവിടെ ലോക്കൽ നെയിമൊക്കെ എടുക്കുമ്പോൾ നമ്മളത് പുറത്തുനിന്നുള്ളൊരു നെയിമാണ് ലെവാൻസോ എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളത് ചൂസ് ചെയ്തതാണ് എല്ലാവരും കൂടെ ഒരു ചർച്ചയിൽ. ശരിക്കൊരു ഈ മറ്റേ റിസോർട്ട് വെഡ്ഡിങ്, അതുപോലെ എന്താ നമ്മുടെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്, അങ്ങനെയൊക്കെ ഒരു ടച്ച് വരുന്ന നെയിമാണ് ഈ ലെവാൻസോ എന്ന് പറയുന്നത്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ വെഡിങ്സ് ട്രഡീഷണൽ സ്റ്റൈലിൽ ആൾക്കാർ വളരെ ഡിഫറെൻ്റ് ആയി ചിന്തിച്ചിട്ടുണ്ട്. ആഫ്റ്റർ കൊറോണ എഫക്ട് എന്ന് പറയുമ്പോൾ ഇപ്പോൾ വളരെ കുറഞ്ഞ ഗസ്റ്റ് ഉണ്ടെങ്കിലും ഉള്ളത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് എങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യാൻ ആൾക്കാർ നോക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡിങ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എസ്പെഷ്യലി ബീച്ച് സൈഡ് വെഡിങ് അല്ലെങ്കിൽ റിസോർട്ട് വെഡിങ് അതിനൊക്കെ പിന്നെ മോർ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിലവിൽ അപ്പൊ മൊത്തത്തിലാണ് കളറാക്കി കൊടുക്കല്ലേ ഏത് പ്രോഗ്രാം ആയാലും. ഇപ്പൊ ഇതിന്റെ കല്യാണം മാത്രമല്ല, നമ്മള് ബർത്ത്ഡേ പാർട്ടി അങ്ങനെ ഹൗസ് വാർമിംഗ് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാരേജിൽ മാത്രമല്ല കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, എല്ലാ പരിപാടിയും. ഓക്കെ. അപ്പൊ എന്തായാലും ഇത്രയധികം സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ സാധിച്ചാലും പിന്നെ നിങ്ങളുടെ കൂടെ ഒരു ദിവസം ഇങ്ങനെ എന്താ പറയാ, മൊത്തത്തിൽ സംഭവം അടിപൊളിയായിരുന്നു. ഇന്നത്തെ സത്യം പറഞ്ഞാൽ നമ്മൾ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും എങ്ങനെയായിരുന്നു എന്തൊക്കെയായിരുന്നു ഈ പ്രോഗ്രാം എന്നുള്ളത്. അപ്പൊ എന്തായാലും താങ്ക്സ്, ഇങ്ങനൊരു അവസരം തന്നായിരുന്നു. പിന്നെ കൂടുതലൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലെവാൻസോൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. എന്ത് ഫംഗ്ഷൻ ആയാലും അവർ കളറാക്കി തരും. അപ്പോൾ എന്താ പറയുക, എന്നും പറയുന്ന പോലെ തന്നെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.